ശങ്കരമംഗലം ഗവൺമെന്റ് HSSൽ കുട്ടി പഞ്ചായത്ത് രൂപീകരിച്ചു. ക്ലാസ് ലീഡർമാരുടെ യോഗത്തിലാണ് കുട്ടി പഞ്ചായത്ത് രൂപീകരിച്ചത്. വിദ്യാലയ വികസന രേഖ തയ്യാറാക്കി ജില്ലാ പഞ്ചായത്തിന് സമർപ്പിക്കാൻ കുട്ടി പഞ്ചായത്തിന്റെ ആദ്യ യോഗത്തിൽ തീരുമാനമായി. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ലാബില് നമുക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടർ ഇല്ല, നമുക്കൊരു ടോയ്ലറ്റ് ഇല്ല. ഗേൾസിന്റെ ടോയ്ലറ്റിലാണ് ഇപ്പോൾ അടുത്തതായിട്ട് ബോയ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോയ്ലറ്റ് ഞങ്ങൾക്ക് ഗേൾസിന് എല്ലാവർക്കും കൂടെ ഒറ്റ ടോയ്ലറ്റും ബോയ്സിനും വേറെ മാറ്റിയേക്കാണ്. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് HSSലാണ് കുട്ടി പഞ്ചായത്ത് രൂപീകരിച്ചത്. ക്ലാസ് ലീഡർമാരുടെ യോഗത്തിലാണ് പഞ്ചായത്തിന്റെ രൂപീകരണം നടത്തിയത്. വരുന്ന 5 വർഷത്തിൽ തങ്ങളുടെ വിദ്യാലയം കൈവരിക്കേണ്ട വിവിധ വികസന നേട്ടങ്ങളെക്കുറിച്ച് കുട്ടി പഞ്ചായത്തിൽ ചർച്ചയായി. നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് വികസന രേഖയും തയ്യാറാക്കി. വികസന രേഖ നിവേദന രൂപത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ സമർപ്പിക്കും. നമ്മുടെ സ്കൂളിന് വേണ്ടി വരാനിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുട്ടി പഞ്ചായത്തിൽ നിന്ന് അധ്യായം തുടങ്ങി വെച്ചത്. അപ്പം എൻ്റെ 10ാം ക്ലാസ്സാണ്. ഞാൻ ഈ വർഷം കൂടി ആകത്തുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളാണ് ഈ പഞ്ചായത്ത് നോക്കുന്നത്. നമ്മുടെ സ്കൂളിൽ ഇനി വരാൻ കുറേ ആവശ്യങ്ങളുണ്ട്, അതിന് വരുത്താനാണ് നമ്മൾ തുടങ്ങിയത്. പ്രസിഡന്റായി നജാദും വൈസ് പ്രസിഡന്റായി ഹരിനന്ദയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി അഫ്നയും കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി നവ്യയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുൽത്താനെയും തെരഞ്ഞെടുത്തു. സ്കൂൾ പ്രഥമാധ്യാപിക എലിസബത്തുമൻ, PTA പ്രസിഡന്റ് അജന്താനൂപ്, അധ്യാപകരായ PR സുനിൽലാൽ, TKG തരകൻ, C സുഗുണൻ, മിനി, ആനന്ദ ജോത്സ്ല, S രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കലാകായികവുമായി ബന്ധപ്പെട്ട് കലയെക്കുറിച്ചാണ് പറയുന്നത്. ഞാനിവിടെ വരുന്ന വർഷം മുതൽ 2007 അതിനോട് വരുന്നത്. അന്നുപോലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ആർട്ട് റൂം വേണം, ഒരു ആർട്ട് ഗ്യാലറി വേണം. കുട്ടികളെ ക്ലാസ്സിലിരുന്നല്ല വരയ്ക്കേണ്ടത്, ആർട്ട് റൂമിലിരുന്ന് വരയ്ക്കണം. അപ്പോൾ വരയ്ക്കാനുള്ള ഉപകരണങ്ങളും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ആ റൂമിൽ ഒരുക്കിയിരിക്കും. ഇതെൻ്റെ ഒരു ആഗ്രഹമായി. അതിന് ഞാൻ ഒരുപാട് പൈസ ചിലവാക്കിയതാണ്. ഒത്തിരി പ്രോജക്റ്റുകൾ നമ്മൾ നിരന്തരം കൊടുത്തിരുന്നു. അത് എവിടെയൊക്കെ എത്തിയെന്ന് നമുക്കറിയില്ല. ഒരുപാട് വർഷങ്ങളിൽ ഒത്തിരി പ്രോജക്റ്റ്, അതായത് അടുക്കി വെച്ചെങ്കിൽ ഇത്ര പൊക്കം ഉണ്ടായിരുന്നു. അത് DTP ഒക്കെ എടുത്ത് കളർ പ്രിൻ്റൊക്കെ എടുത്ത് സ്ക്വയർ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. വാങ്ങിക്കൊണ്ട് പോയവർ എവിടെ കൊണ്ട് കൊടുക്കുന്നു നമുക്കറിയുന്നത്. നമ്മളെല്ലാവരും ലീഡർമാരാണ്. നമ്മളിന്നോട് കൂടി എന്തിനാണെന്നറിയാം, നമ്മുടെ സ്കൂളിൽ കാര്യങ്ങൾ ചെയ്യാൻ. ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ്സിൽ എന്തൊക്കെ വേണം, നിങ്ങളുടെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പോരായ്മ. നിങ്ങൾക്ക് ചിലപ്പോൾ ബെഞ്ച് കാണത്തില്ല, ഡെസ്ക് കാണത്തില്ല, ബ്ലാക്ക് ബോർഡ് കാണത്തില്ല, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്കില്ല ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. അപ്പോൾ ആ ആശയങ്ങളെല്ലാം നിങ്ങളുടെ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് എന്തൊക്കെയാണോ നമ്മുടെ സ്കൂളിലും, ക്ലാസ് മാത്രമല്ല നമ്മുടെ സ്കൂളിലും ഇന്നതൊക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന ചിന്ത നിങ്ങൾ ഓരോരുത്തർക്കും കാണത്തില്ലേ? കുട്ടി പഞ്ചായത്ത് നല്ല ഒരു ആശയമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സംസാരിക്കാൻ, ഇന്ററാക്ട് ചെയ്യാൻ, നമ്മുടെ ആവശ്യങ്ങൾ സ്കൂൾ പറയാൻ. സാധാരണ ഒരു സ്കൂൾ പോലെ റിമോട്ട് ഏരിയയിൽ ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള ഒരു സ്കൂളല്ല നമ്മുടെ സ്കൂൾ. എല്ലാവർക്കും ഓടിയെത്താൻ, BC പരീക്ഷ നടക്കുന്നു, എല്ലാവർക്കും ഓടിയെത്തുവാൻ കഴിയുന്ന, വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ട്രാൻസ്പോർട്ടിംഗ് സൗകര്യങ്ങളുള്ള നല്ല സ്കൂളാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.